അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്ത് ടീസ്പൂൺ എന്ന് പറയാൻ കാരണം പുതിയതായിട്ട് പാചകങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വേഗം മനസ്സിലാവില്ല. അത് കാരണമാണ് ഞാൻ ടീസ്പൂൺ എന്ന് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാനിവിടെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ച സവാളയാണ്. ആ സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകും വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിൽ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഗ്യാസ് വെച്ചേക്കുന്നത് കേട്ടോ. ഈ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ ഒരു ലൈറ്റ് പിങ്ക് കളറിൽ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു വെച്ചിരുന്ന കറിവേപ്പിലയും പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് എരിവുള്ള പച്ചമുളകാണ്. അത് കാരണം ഒരു 4 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങളുടെ മുളക് പൊടി ഒരുപാട് എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും പച്ചമുളകും ഒക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റും എല്ലാം കൂടി ഒരു ലൈറ്റ് ബ്രൗണിൽ നമുക്കിവിടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിലേക്കുള്ള മസാലകളാണ്. ആദ്യം തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ഇതിനകത്ത് ചേർക്കുന്ന മസാലകളുടെ എല്ലാ അളവ് ടീസ്പൂൺ അളവിലാണ്. അപ്പോൾ 1.5 ടീസ്പൂൺ അളവിൽ ഞാൻ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കുറച്ച് മുളക് പൊടി ചേർത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. കറിയിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന മസാലകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പച്ചമണം മാറും വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ സൈസിലുള്ളൊരു തക്കാളിക്കാണ്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി ഈ മസാലയായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിക്ക് എല്ലാവരും ഈ മസാലയായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഈ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളിയും തക്കാളിക്കൊക്കെ നമ്മളിവിടെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളമായി. നമുക്ക് മൂടിയൊന്ന് മാറ്റിയതിന് ശേഷം ആ തക്കാളിക്കൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിക്കയിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഊർന്നിറങ്ങി ആ തക്കാളിക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തവി വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 കപ്പോളം അളവിലുള്ള വെള്ളമാണ്. തിളപ്പിച്ച വെള്ളമല്ല കേട്ടോ, പച്ചവെള്ളം, നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഒരുപാടങ്ങ് ഗ്രേവിയും അല്ല, എന്നാൽ ഒരുപാടങ്ങ് ഡ്രൈയും അല്ലാത്ത ഒരു രീതിയിലാണ് ഞാൻ കറി റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിക്കൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള അത്രയും വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലിനിയും ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. നമ്മൾ ഇതുവരെയായിട്ടും ഉള്ളി വഴറ്റിയപ്പോഴായാലും തക്കാളിക്കയിലായാലും നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കറി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗ്രേവി തിളച്ച് തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളമായി കേട്ടോ. നമ്മൾ അടച്ചു വെച്ചാണ് ഗ്രേവി തിളപ്പിക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളമായി, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ടയാണ്. അപ്പോൾ ഞാനൊരു 4 കോഴിമുട്ടയ്ക്കുള്ള ഗ്രേവിയാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഞാൻ ഇതുപോലെ ഇവിടെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വരഞ്ഞെന്ന് മീൻസ് നമ്മൾ മീനൊക്കെ വരയുന്നത് പോലെ ഒന്ന് വരഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിയിലുള്ള ആ എരിവും പുളിയൊക്കെ നമ്മുടെ മുട്ടയിലും കൂടി ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വരഞ്ഞിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ഈ ഗ്രേവിയായിട്ട് മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുവരെയായിട്ടും കറിയിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഗരം മസാലയും കൂടി ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ കറി കടായിലല്ലാതെ തന്നെ കുക്കറിൽ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ മുട്ട ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കുക്കറിൽ റെഡിയാക്കുമ്പോൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാലയും കൂടി ഞാൻ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ പറയാം, കുക്കറിൽ ചേർക്കുമ്പോൾ കുക്കറിലാണ് നിങ്ങൾ റെഡിയാക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ഡയറക്റ്റ് പച്ചവെള്ളം ഒഴിക്കരുത്. തിളപ്പിച്ച വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ടൊരു 3 വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഇനി നമ്മുടെ ഈ കറി ഒന്ന് തിളച്ച് കുറുകും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറി തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഈ മൂടിയൊന്ന് മാറ്റി ഞാനൊന്ന് മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഉള്ളിയും തക്കാളിക്കൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് നല്ല കുറുക്കി വന്നിട്ടുണ്ട് നമ്മുടെ കറി. അപ്പോൾ ഇതിനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമേറിയ സിമ്പിൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഏവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കടായിലല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം റെഡിയാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുക്കറിൽ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ.